കുട്ടികളിൽ മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തം വർദ്ധിക്കുന്നതായി കണക്കുകൾ. മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3 വർഷത്തിനിടെ ആത്മഹത്യ ചെയ്തത് 24 കുട്ടികൾ. ഇന്റർനെറ്റ് ചതിക്കുഴികളിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ ഡി-അഡിക്ഷൻ സെന്ററുകൾ വഴി രക്ഷപ്പെടുത്തിയതാകട്ടെ 385 കുട്ടികളെയാണ്. ഏറ്റവും ഒടുവിൽ ആലുവ ചെങ്ങമനാട് 10ാം ക്ലാസ് വിദ്യാർത്ഥി ആഗ്നലിന്റെ മരണത്തിലേക്ക് നയിച്ചതും ഓൺലൈൻ കില്ലർ ഗെയിമുകളാണെന്ന സൂചനയാണുള്ളത്. 2021 മാർച്ചിലാണ് കേരള പോലീസിന്റെ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ DDAD പദ്ധതി തുടങ്ങിയത്. കഴിഞ്ഞ 15 മാസത്തിനിടെ 385 കുട്ടികളെയാണ് മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗത്തിൽ നിന്ന് മോചിപ്പിച്ചത്. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും അമിത ഉപയോഗത്തിൽ നിന്നും ഇതിലൂടെയുള്ള ചതിക്കുഴികളിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുക ലക്ഷ്യമിട്ടായിരുന്നു ഡി-അഡിക്ഷൻ സെന്ററുകൾ എന്ന DDAD-ന് തുടക്കമിട്ടത്. ഇതുവരെ 613 കുട്ടികളും രക്ഷാകർത്താക്കളുമാണ് DDAD-ന്റെ സഹായം തേടിയെത്തിയത്. ജീവനെടുക്കുന്ന ബ്ലൂവെയിൽ ഗെയിമുകൾ, മറ്റ് അപകടകരമായ ഓൺലൈൻ ഗെയിമുകൾ എന്നിവയിൽ നിന്ന് 385 കുട്ടികളെ മോചിപ്പിച്ചു. ഒരു അഡീഷണൽ SP-യെ നോഡൽ ഓഫീസറാക്കിയാണ് DDAD-ന്റെ പ്രവർത്തനം. 18 വയസ്സുവരെയുള്ളവർക്ക് DDAD സെന്ററുകളിൽ സൗജന്യ കൗൺസിലിംഗ് നൽകുന്നുണ്ട്. മനഃശാസ്ത്ര വിദഗ്ധർ തയ്യാറാക്കിയ ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് വഴിയാണ് ഇന്റർനെറ്റിന് അടിമകളാവുന്ന കുട്ടികളെ കണ്ടെത്തുന്നത്. തുടർന്ന് തെറാപ്പി, കൗൺസിലിംഗ്, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും. കുട്ടികളെയും യുവാക്കളെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കൊലയാളി ഗെയിം എന്നറിയപ്പെടുന്ന ബ്ലൂവെയിൽ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. ബ്ലൂവെയിൽ ഗെയിം ചലഞ്ചിന് അടിമപ്പെട്ട് കേരളത്തിലും നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ 2021 മുതൽ 2024 മെയ് 31 വരെ 24 കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ നൽകിയ മറുപടി. ഏറ്റവും ഒടുവിൽ ആലുവ ചെങ്ങമനാട് 10ാം ക്ലാസ് വിദ്യാർത്ഥി ആഗ്നലിന്റെ മരണത്തിലേക്ക് നയിച്ചതും ഓൺലൈൻ കില്ലർ ഗെയിമുകളാണെന്ന സൂചനകളാണുള്ളത്. ആഗ്നൽ ഉപയോഗിച്ച ഫോണുകളുടെ ഫോറൻസിക് പരിശോധന കൂടി കഴിഞ്ഞാൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. ജനം, കൊച്ചി.